അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളോടായിട്ട് പറയുവാണ്, ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ലോക ഫ്രോഡാണ്. ഇത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ? പുതിയത് പറയൂ, ഫ്രഷ് സാധനങ്ങൾ പറയൂ. ഇതാരാ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് വീണ എസ് പിള്ളൈ, അതായത് കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയായിട്ട് വിവാദങ്ങളൊക്കെ ഏർപ്പെട്ട് വന്ന് രേണുവായിട്ട് ഉടക്കിയ പുള്ളിക്കാരി ഇവരാണ്. ഞാൻ ഇവരെക്കുറിച്ച് കുറച്ചധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ ചെയ്ത വീഡിയോസിലൊക്കെ ഞാൻ ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇവരുടെ പ്രശ്നം എന്താണെന്നൊക്കെയാണ് ഞാൻ ചോദിച്ചിരുന്നത്. അപ്പോൾ ഇതാണ് ആള് മുഖം കാണിച്ച് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ പുള്ളിക്കാരി ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ പറയുന്നുണ്ട്. ആ വെളിപ്പെടുത്തലുകൾ മറ്റ് ചില കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. രേണുസുധിയുമായിട്ട് ബന്ധപ്പെട്ട, രേഷ്മ തങ്കച്ചനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ താല്പര്യമുള്ളവർ കയറുവായോ, അല്ലാത്തവർ നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ. കൂടുതൽ എടുക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രേണു എന്ന് പറയാൻ പാടില്ല, രേഷ്മ തങ്കച്ചൻ. ഈ രേഷ്മ തങ്കച്ചനുമായിട്ട് ചേർന്ന് ഓരോ സീസണിലും ഓരോ വിവാദങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ സീസണിലെ വിവാദം തീരുമ്പോൾ അടുത്ത സീസൺ, അത് തീരുമ്പോൾ അടുത്ത സീസൺ, ഇത് തീരുമ്പോൾ ഈ കഴിഞ്ഞ ഏതെങ്കിലും സീസണിനെ പിടിച്ച് മുമ്പോട്ടിടും. ഇങ്ങനെയാണ് ഈ വിവാദങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. പുള്ളിക്കാരി അതിനോടനുബന്ധിച്ച് കുറേ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടും ഉണ്ടാക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ കാണുന്ന ആളാണ് വീണ എന്ന് പറയുന്ന ആള്. ഈ പുള്ളിക്കാരിയാണ് കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയായിട്ട് നമ്മൾക്ക് മുമ്പിലേക്ക് രംഗപ്രവേശനം ചെയ്തത്. പക്ഷെ ഇവരുടെ ഒരു ശബ്ദം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ, ഒരു അശരീരിയായിട്ട് മാത്രമേ അറിയത്തുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ ആള് ഫേസ് കാണിച്ച് പുറത്തേക്ക് വന്ന് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ ഇവർ കുറച്ചധികം കമന്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മറുപടികൾ കമന്റ് വരുന്നത് വരെ ഇങ്ങനെ ഒരാൾ റിയൽ ആണോ എന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. എൻ്റെ ചാനലിന്റെ ക്രെഡിബിലിറ്റിയാണ് ഞാൻ കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഞാൻ സർക്കാസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ പറയും, തമാശകളായിട്ട് കാര്യങ്ങൾ പറയും, പല കാര്യങ്ങളും പറയും. പക്ഷെ ഇല്ലാത്തൊരു സാധനം, എൻ്റെ കണ്ണാൽ കാണാത്തൊരു സാധനം ഞാൻ ഇന്നുവരെ എൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല. ഇങ്ങനൊരു വീഡിയോ വരുമ്പോഴത്തേനും അതുള്ളതാണോ ഞാൻ തപ്പിപ്പിടിച്ച് ആ ഒറിജിനൽ സാധനം കണ്ടിട്ടേ ഞാൻ വീഡിയോ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഈ വീണ മാഡത്തിന്റെ ഒരു ഇന്റർവ്യൂ കാണാൻ, ഇന്റർവ്യൂ അല്ലോ, ഒരു ഇൻസ്റ്റാഗ്രാം ലൈവ് കാണാനിടയെ ആ ലൈവിനകത്ത് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടു തുടങ്ങാം. ഞാൻ ഇവരെ ഒരു 3 വർഷം മുന്നേ ഈ സുധിയുടെ ഒരു കേസ് കെട്ട്, അതായത് സുധി മരിക്കുന്നതിന് 1 വർഷം മുന്നേ സുധിയുടെ ഒരു കേസ് കെട്ടുമായിട്ട് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അത് ഫേസ്ബുക്കിൽ. ഓൾമോസ്റ്റ് സുധിയുടെ നമ്പർ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിക്കുന്ന ഒരാളാണ്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് നമ്പർ. ഞാൻ ഇതിനകത്തൊന്നും ഇടപെടാത്തതും ഇതിലൊന്നും വരാതിരുന്നതും കാരണം സുധിയുടെ ഒരു മകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ കുറെ കാരണങ്ങൾ കൊണ്ടാണ് ഇവർ സമൂഹ മാധ്യമത്തിലേക്ക് വരാഞ്ഞത്. ഇവരുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അത് ഹൈലി കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും പുറത്തേക്ക് വിടുന്നില്ല. ആ സമയത്ത് എന്നോട് കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരിക്ക് പറയാനുള്ളത് പറഞ്ഞു, ഞാനും കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിച്ചു. വളരെ ഹെൽത്തി ആയിട്ടൊരു ടോക്ക് നടന്നു. അപ്പോൾ ഇതല്ല, ഇവരിപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് വരാനുള്ള കാരണം രേണു പല സമയത്തായിട്ട് ഇവരുടെ പേരുപയോഗിക്കുകയും ഇവരെ അവഹേളിപ്പെടുത്തുന്ന ഒരു സാധനം ഉണ്ടായതുകൊണ്ടാണ് തിരിച്ച് റെസ്പോണ്ട് ചെയ്തതെന്നാണ് സംസാരത്തിൽ നിന്ന് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇതല്ല പ്രധാന കാര്യം. നമുക്ക് പ്രധാന കാര്യത്തിലേക്ക് വരാം. അവള് ഈ 2 ദിവസം മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവൾക്ക് കുണുകുണുകുണാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുണുകുണാന്ന് മെസ്സേജ് അയക്കാൻ കൊള്ളാമോ? ഇതിന് ഈ കുണുകുണാന്ന് മെസ്സേജ് അയച്ചേ കുണുകുണ ഇനി അയക്കരുത് കേട്ടോ. ബാക്കി പറ. പിന്നെ എന്താ പറഞ്ഞേ, എന്നെക്കുറിച്ച് അവൾക്ക് ഒന്നുമേ അറിയില്ലാന്ന്, പച്ചക്കള്ളം. അവൾ തിന്നാനും വാതുറക്കുന്നതും കള്ളം പറയാനും വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ അവൾ സത്യസന്ധമായിട്ട് അവൾക്ക് ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, എല്ലാം ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പുള്ളിക്കാരി 2 കാര്യത്തിനാണ് തുറക്കുന്നത്, ഒന്ന് തിന്നാനും ഒന്ന് കള്ളം പറയാനും. കള്ളം പറയാനല്ല, ഒരു വാക്ക് പറയാനും ആ വാക്ക് മാറ്റി വേറെ വാക്ക് പറയാനും, ആ വാക്ക് വിവാദമാകുമ്പോൾ വേറെ വാക്ക് പറയാനും, ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിലേതാണ് ശരിക്കുള്ള കള്ളം എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ശരി പറയുന്നില്ലല്ലോ, എല്ലാം കള്ളം പറയുന്നത്. അപ്പൊ ഇതിലേതാണ് ശരിക്കുള്ള കള്ളം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതാണ് പുള്ളിക്കാരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ഇതിന്റെ തുടക്കം എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രേണു ഓരോ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഇന്റർവ്യൂ കൊടുക്കും. ആ ഇന്റർവ്യൂവിൽ ഒരു ചോദ്യം ചോദിക്കും, ആ ചോദ്യം വീണ്ടും വിവാദമാവും. ഇതാണ് സംഭവം. അപ്പൊ ഇപ്പൊ ഒരു ഇന്റർവ്യൂ കൊടുത്തു. ഇന്റർവ്യൂ കൊടുത്തതിനകത്ത് ആങ്കർ രേണുവിനോട് ചോദിച്ചു, വീണ എന്ന് പറയുന്ന ആളെന്നെ കോണ്ടാക്ട് ചെയ്തു, അവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ രേണു പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിൽ രേണു സംസാരിച്ചു. അതോടൊപ്പം ഇവർ ഈ പറഞ്ഞ സെയിം ഡയലോഗ് രേണു പറഞ്ഞിട്ടുണ്ട്. രേണുവിന് കുണുകുണാന്ന് ഇവർ മെസ്സേജ് അയച്ചു എന്ന് രേണു പറയുന്നുണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ ഈ വീണയെ അറിയാമോ എന്ന് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ചു തരാം. പിള്ള എന്നാണ് ആ വ്യക്തിയുടെ പേര്. അറിയാമോ? എനിക്കറിയില്ല. അറിയില്ല. സുധിച്ചേട്ടൻ പറഞ്ഞറിയാം, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അണിയാമോ ഇല്ലയോ ചോദിച്ച ചോദ്യത്തിന് ഒറ്റ ഉത്തരം പറയാ. അത് സുധിച്ചേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോ ഇതിലേ കൂടെ പോയപ്പോ അങ്ങനെ ഒരാൾ പാസ് ചെയ്ത് പോയപ്പോ അത് കണ്ടപ്പോ ഇയാളെപ്പോലെ തോന്നിയപ്പോ
അണിയാങ്കിൽ അണിയാന്ന് പറയാ, അണിയത്തില്ലെങ്കിൽ അണിയത്തില്ല എന്ന് പറയാ. ഈ എന്തിനാ ഈ മെഴുകുന്നേ? ഇതാണ് അടുത്ത വിവാഹത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ബാക്കി പറ. കള്ളമല്ലേ ചേച്ചി? സുധിച്ചേട്ടൻ എന്റെ പഴയ ലൈഫിനെ പറ്റി ചകഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ എന്തിനാണ് സുധിച്ചേട്ടന്റെ പഴയ ലൈഫിനെ പറ്റി ഞാൻ ചകഞ്ഞിട്ടില്ല. ഓക്കെ, ശരിയാണ്. ഇപ്പൊ വന്നിട്ട് ചെകഞ്ഞ് വാരി പെറുക്കി വെളിയിലിട്ടിട്ടുണ്ട്. ഒരു കോഴി ചകഞ്ഞാൽ പോലും ഇത്രയും വൃത്തിയിടാകത്തില്ല. കൊല്ലം സുധി എന്ന് പറഞ്ഞ മനുഷ്യനെ എങ്ങനെയൊക്കെ അവഹേളിക്കാമോ, എങ്ങനെയൊക്കെ നാണം കെടുത്താമോ, എങ്ങനെയൊക്കെ നടിക്കാമോ അതെല്ലാം ചെയ്തു. പുള്ളിക്കാരൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പുള്ളി ഉണ്ടാക്കിയ ജനസ്നേഹവും പുള്ളി ഉണ്ടാക്കിയ സൽപ്പേരും പുള്ളി എന്തോരം ഉണ്ടാക്കിയോ അതിന്റെ 100 മടങ്ങായിട്ട് ഇല്ലാതാക്കി, അദ്ദേഹത്തെ നാണം കെടുത്തി, നാട്ടുകാരുടെ മുമ്പിലെല്ലാം അയാളെ വെറും കോമാളിയാക്കി. ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ട ഒരു കലാകാരൻ ഇപ്പൊ പുള്ളി ജീവനോടുണ്ടായിരുന്നെങ്കിൽ പുള്ളി ഇപ്പൊ പോയി കഴുത്തെ കെട്ടിത്തൂങ്ങിയനെ. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അറിയാതിരുന്നത്. എന്നെ ആ വ്യക്തി വിളിച്ചു, ചേച്ചിയുടെ ചില കാര്യങ്ങളൊക്കെ എന്നോട് പറയുകയുണ്ടായി. ചേച്ചിയുടെ കാര്യങ്ങൾ ഞാൻ ആരെങ്കിലും വിളിച്ച് ഇവരുടെ ഈ പറഞ്ഞ വ്യക്തിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അതായത് ഞാനിപ്പോ പറഞ്ഞ ഈ വീണ എസ് പിള്ള എന്ന് പറയുന്ന ഇവര് പറഞ്ഞിട്ടുണ്ടെന്നാട്ടോ പറഞ്ഞത്. ഇവര് പലരോടായിട്ട് ഇത് പറഞ്ഞതുകൊണ്ടാണ് വീണ എസ് പിള്ള അവര് പുറത്തേക്ക് വന്നത്. ഇത് എന്തൊക്കെയോ ഇതിനകത്ത് എന്തൊക്കെയോ ഒരു ബാറ്റ്സ്മെൻ ഉണ്ട്. അല്ല, ചീഞ്ഞ നറ്റോ കേട്ടോ, വേറെ ബാറ്റ്സ്മെൻ ഇല്ല. സുധിച്ചേട്ടന്റെ 2ാം ഭാര്യ എന്ന് അവകാശപ്പെടുന്ന സ്ത്രീ അറിയത്തില്ല എന്നാണ് ചേച്ചി പറഞ്ഞ. ക്ലിയർ കണ്ടോടെ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ആ സ്ത്രീ സുധിച്ചേട്ടന്റെ 2ാം വൈഫാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ? അത് ഉറപ്പല്ലേ? അത് സുധിച്ചേട്ടൻ അറിയത്തില്ലേ? മീഡിയയിലേക്ക് അല്ല പറയാം, മീഡിയയിലേക്ക് മറ്റിടത്ത് ചോദ്യം ചോദിക്കില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഒരാളെ അറിയത്തില്ല. പിന്നെ കൊല്ലം സുധിയുടെ 2ാം ഭാര്യയാണെന്ന് അറിയുമോ? അതറിയാം, എപ്പോഴൊക്കെ സുധിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചോദ്യം ചോദിക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ തമ്മിലൊരു ധാരണ ഉണ്ടാക്കണം. ചില ഓൺലൈൻ മീഡിയസിനോട് രേണു പറഞ്ഞു കേട്ടില്ലേ, വ്യക്തമായി ആദ്യം സംസാരിച്ചൊരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ ഇന്റർവ്യൂ എടുക്കാൻ. ഇല്ലെങ്കിൽ ഇതുപോലെ പാളും രേണു പാളി കഴിഞ്ഞാൽ ഫാൻസ് നിങ്ങൾ സഹിക്കത്തില്ല. നിങ്ങൾ താങ്കൾക്ക് പറയണമെങ്കിൽ അത് പറയൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അവരിപ്പോ ഞാൻ അറിഞ്ഞത് വെച്ച് അവരൊരു കേസ് നിങ്ങൾക്കെതിരെ ഫയൽ ചെയ്തിട്ടുള്ളതാണ്. എനിക്കറിയത്തില്ല. നിയമ നടപടി നടക്കട്ടെ. എല്ലാത്തിനും രേണുവിന് ഒരു ഉത്തരം എനിക്കറിയത്തില്ല, വീഡിയോ ശരിയാണോ എനിക്കറിയത്തില്ല, അത് ശരിയാണോ എനിക്കറിയത്തില്ല, ഇന്നറിയാം എനിക്കറിയത്തില്ല. റെക്കോർഡ് ചെയ്ത് വെച്ച പോലെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രേണു പലതവണയായിട്ട്. ഇത് മാത്രമല്ല, ഈ വീണ എസ് പിള്ള കുറച്ചധികം കാര്യങ്ങൾ ഈ ഒരു ലൈവിൽ പറയുന്നുണ്ട്. എനിക്കൊന്നൊരു 30 മിനിറ്റോളം നീളമുള്ള ഒരു ദൈർഘ്യമുള്ള ലൈവാണ്. അത് മൊത്തത്തിൽ ഞാൻ കുത്തിയിട്ട് കണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് കിച്ചുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. കിച്ചുവിനെ കുറിച്ച് പല ആളുകളും പറയുന്നുണ്ട്. നമുക്ക് തന്നെ ലൈവ് കണ്ടപ്പോൾ മനസ്സിലായി കിച്ചുവിന് ആ വീട്ടിൽ യാതൊരു സ്ഥാനമില്ല. രേണു എൻ്റെ 1ാമത്തെ മകനാണ് കിച്ചു, അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഋതപ്പൻ, കിച്ചുവാണ് ഫസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കിച്ചുവിന് ആ പറയുന്നൊരു ട്രീറ്റ്മെന്റ് അല്ല ആ വീട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതും രേണുവിന്റെ പക്കൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2ാമത്തെ മകനെ തന്നെ രേണു നോക്കുന്നില്ല. നിങ്ങൾ ഏറ്റെടുത്തോ, നിങ്ങൾ കൊടുക്കോ, നോക്കാൻ പറ്റുന്ന കൊടുക്കോ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രേണുവിന്റെ പേരിൽ ചൈൽഡിന്റെ ഭാഗത്തു നിന്ന് ഒരു കേസും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. കേസ് വന്നതിനാ മക്കളെ കറക്റ്റായിട്ട് നോക്കുന്നില്ല, മക്കളെ കൊല്ലും ഞാനും ചാവും എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു ആ സാധനത്തിന്. നമുക്ക് ഏതായാലും കിച്ചുവിനെ കുറിച്ച് വീണ പറയുന്നത് കേൾക്കാം. നിന്നെ ആലപ്പുഴ ഒരു കല്യാണത്തിന് കിച്ചു കണ്ടിരുന്നു. പുള്ളിക്കാരത്തിയാണ് എന്നോട് സംസാരിക്കുന്നത്. ഒരു കല്യാണത്തിന് കിച്ചു കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ വെച്ചിട്ട്? നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെന്നിട്ട് എന്താ അവൻ എന്നോടൊന്നും മിണ്ടാഞ്ഞ. ഇന്ന് ഞാൻ പുള്ളിക്കാരത്തി ചോദിച്ചു, പുള്ളിക്കാരത്തി പറഞ്ഞു നിങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഉണ്ടായത് കൊണ്ടായിരിക്കാം മിണ്ടാത്തേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവനിപ്പം കാറ്ററിംഗ് സർവീസിന് പോകുന്നു, അല്ല അവൻ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. പോക്കറ്റ് മണിക്ക് വേണ്ടി കിച്ചു വേറെ പണിക്ക് പോകുന്നുണ്ട്. പക്ഷെ രേണു പറയുന്നത് എനിക്ക് അവിടുന്ന് പൈസ കിട്ടിയാൽ അപ്പോഴേ കിച്ചുവിന് പോക്കറ്റ് മണി, ഇവിടുന്ന് പൈസ കിട്ടി കഴിഞ്ഞാൽ അപ്പോഴേ കിച്ചുവിന് പോക്കറ്റ് മണി. കിച്ചു വാ തുറന്നു കഴിഞ്ഞാൽ സകലതും പെടും. കിച്ചു വാ തുറന്നാൽ രേണു ആടപടലെന്നാണ്. പക്ഷെ കിച്ചു അത് പറയാത്തതാണ് അവരുടെ ഏറ്റവും വലിയ ധൈര്യം. ഇവൾ എന്നോട് പറഞ്ഞതാണ്, മീൻസ് രേഷ്മ തങ്കച്ചൻ എന്ന രേണു സുധി എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്നോട് സംസാരിച്ച കിച്ചുവിനെ കുറിച്ചിട്ടാണ്. മീൻസ് ഞങ്ങളുടെ ലൈഫ് കിച്ചു കാരണം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സുധിക്ക് കിച്ചുവിനോടാണ് സ്നേഹം, പിന്നെ എന്നെ മൈൻഡ് ചെയ്യാറില്ല. സുധി ഫ്രീ ആയിട്ട് വന്നാൽ കൂടി കിച്ചുവിൻ്റെ പുറകെയാണ് എന്നൊക്കെ ഇവൾ കുറേ ബാഡായിട്ട് കിച്ചുവിനെ കുറിച്ച് കുറേ ബാഡായിട്ട് എന്നോട് സംസാരിച്ചു, കുറേ നല്ല ബാഡായിട്ട് സംസാരിച്ചു. ഇതൊന്നും ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. ഇതുവരെ കിച്ചുവിനെ കുറിച്ച് ഒരുപാട് ബാഡായിട്ട് സംസാരിച്ചു. ഈ കിച്ചുവിനെ കുറിച്ച് മോശമായിട്ട് രേണു പലരോടായിട്ട് പറഞ്ഞത് പലരായിട്ട് പറയുന്നുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട്. കിച്ചുവിനെ കുറിച്ച് മോശമായിട്ട് ഇന്ന ആളോട് പറഞ്ഞു, ഈ രേണു ഇന്ന ആളോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞത് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ കിച്ചു ഒരിടത്ത് പോലും രേണുവിനെ ഇതാക്കി കാണിക്കുന്നില്ല. ഇതേ സമയം താജ് പത്തനംതിട്ട, അതായത് ഈ കൊല്ലം സുധിയുടെ വീടിന്റെ സമയത്തൊക്കെ ഇടനില നിന്ന സംഘടനയുടെ പ്രധാന വ്യക്തിയായ താജ് പത്തനംതിട്ട ഒന്നിലധികം ഇന്റർവ്യൂവിനകത്ത് കിച്ചുവിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മോനെ ഇത് ഓക്കെയാണോ, മോനെ ഇതറിയാമോ. സോ രേണുവിനെതിരെ വന്ന പ്രശ്നത്തിൽ കിച്ചു താജ് പത്തനംതിട്ടയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കിച്ചു ഒന്നും വിട്ടു പറയുന്നില്ല, പക്ഷെ താജ് പത്തനംതിട്ടയോട് സഹകരിക്കുന്നുണ്ട് കിച്ചു അതിനകത്ത്.
നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ മാതാവിനെ കുറിച്ച് ഒരു പ്രശ്നം വന്നു, നമ്മൾ മാതാവിനോട് നിൽക്കുമോ താജ് പത്തനംതിട്ടയോട് നിൽക്കുമോ? അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിക്കണം കിച്ചുവിനൊരു അതൃപ്തി ഇതിനകത്തുണ്ട്. നമുക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. ഈ താജ് പത്തനംതിട്ട ആ ഇന്റർവ്യൂവിൽ സംസാരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ എത്തിച്ചേരാം. ഈ മോനെ പറ്റി എന്തൊക്കെ ഇവര് പറഞ്ഞു എന്നുള്ളത് എന്റെ ഉള്ളിൽ കിടപ്പെന്ന് പറയും മൊത്തവും മോനറിയാമല്ലോ. അതെനിക്കറിയാം, മോനെ കുറിച്ച് എന്തൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതെനിക്കറിയാം. അപ്പൊ കിച്ചുവിനും അറിയാം കിച്ചുവിനെ കുറിച്ച് വളരെ മോശമായിട്ട് പലരോടായിട്ട് രേണു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സത്യമായിട്ടുള്ള സത്യമാണ്. രേണുവിനെ കുറിച്ച് പല കഥകളും നമ്മൾ പല വഴിക്കൂടെ അറിയുന്നുണ്ട്. ഇത് ഓരോന്നായിട്ട് മാലപ്പടക്കത്തിന് തിരി കൊളുത്തിയതേ ഉള്ളൂ. ആദ്യം ഞാനൊരു നെഗറ്റീവ് വിഷയം ഉണ്ടാക്കുന്നു, വൈറലാകുന്നു, ഇന്റർവ്യൂ കിട്ടുന്നു, കാസുണ്ടാക്കുന്നു. ഇപ്പോ ഓരോ നെഗറ്റീവ് വാല വരാൻ തുടങ്ങി. ഇത് രേണു വിചാരിക്കുന്നിടത്ത് ഈ സാധനം നിൽക്കാൻ പോകുന്നില്ല. ഇനിയെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇന്റർവ്യൂ കൊടുത്ത് മണ്ടത്തരം പറയുന്നത് നിർത്തും. നിങ്ങൾക്ക് അതിനുള്ള സ്കില്ലില്ല. സത്യമായിട്ട് നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് അവലോകനം ചെയ്ത് സംസാരിക്കാനുള്ള കഴിവില്ല. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക. ഈ പൈസയ്ക്ക് വേണ്ടി ഇന്റർവ്യൂ കൊടുത്തിട്ട് വീണ്ടും എയർലൈൻ വൈരാഷ്ടത്തിലായി ലാസ്റ്റ് നിൽക്കാൻ പറ്റാത്ത പോലത്തെ പ്രശ്നമായി മാറും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന സംഭവം. കിച്ചുവിന് ശരിക്കും ആ വീട്ടിലൊരു വിലയില്ലെന്ന് കിച്ചുവിൻ്റെ വ്ളോഗ് വെച്ച് നമുക്ക് മനസ്സിലായി. കിച്ചു പലയിടത്തായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അമ്മയ്ക്കെതിരെ ഇത്ര ഒരു പ്രകടനം വന്നിട്ട് അതൊന്നും റിമൂവ് ചെയ്തില്ല, അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തില്ല. താജ് പത്തനംതിട്ടയുടെ വീഡിയോയിൽ വന്നിട്ട് കിച്ചു ഈ അമ്മ പറയുന്ന അല്ലെങ്കിൽ രേണു പറയുന്ന കാര്യങ്ങൾ അറിയാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. കൊല്ലം സുധിയുടെ മുൻ ഭാര്യയായിരുന്ന ആള് രേണു കിച്ചുവിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞ് സംസാരിക്കുന്നു. മൊത്തത്തിൽ കിച്ചുവിന് ശരിക്കും അവിടെ ഒരു പട്ടി വിലയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ അതിനും വലിയ വിലയൊന്നും ഇല്ല. രേണു തന്നെ പറയുന്നില്ല, എനക്ക് സമയമില്ല, ഞാൻ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, അച്ഛൻ നോക്കട്ടെ, കഴുത്തിൽ എന്ത് പറ്റി മോൻ്റെ, എനക്കറിയത്തില്ല, കിച്ചു ഋതപ്പൻ അങ്ങനെയാണ്, എനക്കറിയത്തില്ല, ഒന്നും പുള്ളിക്കറിയത്തില്ല. എന്ത് വെച്ചാൽ പപ്പയാണത്. വളരെ നല്ല രീതിയിലാണ് മക്കളെ വളർത്തുന്നതും വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങളെല്ലാം അപ്രോച്ച് ചെയ്യുന്നതും. നെഗറ്റീവിലൂടെ കാശുണ്ടാക്കുക എന്നുള്ള നല്ലൊരു ഡിസിഷനാണ് രേഷ്മ തങ്കച്ചൻ സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഭവിഷ്യത്തുകൾ അങ്ങോട്ട് അനുഭവിക്കുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടാണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തി മറ്റൊരു കാണാം.